ഹലോ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റീസെറ്റിംഗ് അവർ ലൈഫിലാണ്. അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളെ ലൈഫിനെ തന്നെ ഒന്ന് എന്താ പറയാ മെച്ചപ്പെടുത്തി എടുക്കണം എന്നുള്ളവരായിരിക്കാം. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് കുറച്ച് തിങ്സ് പറയാം കേട്ടോ. ആദ്യം നമ്മളെ ലൈഫിനെ എങ്ങനെ റീസെറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആഹ് നമ്മളൊന്ന് നമ്മളെ ലൈഫിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാനിങ് ആണ് നമ്മളെ റീസെറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ നമ്മളെ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റില് നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ നമ്മൾ ആദ്യം നമ്മള് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ട്ബുക്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് എടുക്കുക. നമ്മൾ ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഈ ഒരു ഇനിയിപ്പോ ഇത് മന്ത് എൻഡ് ആണല്ലേ, അടുത്തൊരു മന്ത് വരുന്നുണ്ടല്ലേ. അപ്പൊ അടുത്ത മന്ത് വരുന്നതിന് തൊട്ട് മുന്നേ ആ മന്ത് നമ്മൾ എന്തെല്ലാം ചെയ്യും. അപ്പോൾ ആ മന്ത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു നമ്മളതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങും പ്രകാരം നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഈ വരുന്ന നെക്സ്റ്റ് മന്ത് എനിക്ക് ഇതെല്ലാം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്യും, അങ്ങനെ അങ്ങനെ ചെയ്യാം. ആ ഒരു മന്തില്ലത് നമ്മൾ വീക്കിലോട്ട് നമ്മൾ ഇതാക്കുക. ഈ വരുന്ന ആ മന്തിലെ ഫസ്റ്റ് വീക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു വീക്കിലും നമ്മൾ ആ വീക്കൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഡേയ്സിലോട്ടാക്കുക. നമ്മളൊരു മൺഡേ മുതൽ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡേയ്സും, ബാക്കി 2 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ വീക്കെൻഡ് ആയിട്ടാണ് അല്ലെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ആ വീക്കെൻഡിൽ നമ്മൾ ചിൽ ഔട്ട് ചെയ്യാനും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഓവറോൾ നമ്മൾ ആ 5 ഡേയ്സ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ആണ് ട്ടോ. ബാക്കി 2 ദിവസത്തിൽ അങ്ങനെ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മന്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല, മന്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഓരോ കാര്യങ്ങൾ ഹെൽത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ മന്ത്ലി നമ്മൾ ഈ ഹെൽത്ത് നമ്മളെ വെയിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ നമ്മള് ഒരു BMI കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ പ്രകാരം കൂടിയോ കുറഞ്ഞോ എന്നെല്ലാം നമുക്ക് അസസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ഫുഡാണോ കഴിച്ചത്, എത്രത്തോളം ഞാൻ അൺഹെൽത്തി ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ഇതാക്കാനും നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെയുള്ള മിസ്റ്റേക്കും കണ്ടുപിടിക്കാനും അത് പറ്റുമല്ലേ. പിന്നെ രണ്ടാമത്തെ തന്നെ നമ്മളെ വർക്കിന്റെ കാര്യം. അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരും ആയിക്കോട്ടെ, വീട്ടമ്മമാരും ആയിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരും ആയിക്കോട്ടെ, ഏത് തരം വർക്ക് ആയിക്കോട്ടെ, പിന്നെ സ്കൂൾ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ, കോളേജ് പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്ലാനിങ് പ്രകാരം അത് പോവാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എനിക്ക് 3 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി ശ്രമിക്കണം.